ഞാനിപ്പോൾ ഉള്ളത് തരുവണ നോബിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഇതാണ് നമ്മൾ നോബിച്ചേട്ടൻ, കർഷകനാണ്. നോബിച്ചേട്ടാ, ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് ഏതൊക്കെ കസ്റ്റമേഴ്സ് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഈ നോബിച്ചേട്ടൻ കർഷകനാണ്. ഇപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോൺ കോട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. നോബിച്ചേട്ടാ, എങ്ങനെ ഇപ്പം എഞ്ചാൻ പറ്റി അറിഞ്ഞു? ഞാൻ യൂട്യൂബ് നോക്കി അങ്ങനെ കണ്ടുപിടിച്ചല്ലേ? എന്തുകൊണ്ടാണ് സ്റ്റോൺ കോട്ട് ചെയ്യാൻ താല്പര്യം കാണിച്ചത്? അത് ഹാളൊക്കെ വലുതായിട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഹാളിനൊക്കെ കുറെ വാർക്കുവാണെങ്കിൽ നല്ല കോസ്റ്റ് കൂടുതലേ, അതായത് വലിയ ഹാള് വലുതാണ്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും റൂഫ് മെറ്റീരിയൽസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ റൂഫ് ടൈൽ ആണെങ്കിലും ഫ്രെയിം കൂടുതലാവും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ കൂടുതൽ കമ്പിയും കൂടുതൽ സിമെന്റും കൂടുതൽ ടൈമും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നോബിച്ചേട്ടൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ? അപ്പൊ ഇപ്പൊ ചെയ്തിപ്പോ എത്ര ആയിപ്പോ? ഇതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അപ്പൊ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ്. എങ്ങനെയുണ്ട്? അല്ല, ആയിട്ട് ഇപ്പൊ 2-3 മാസമാണ് കൂടിയില്ലേ? അപ്പൊ ചെയ്തൊരു വർഷമായി നമ്മള്. അപ്പം എങ്ങനെയുണ്ട് ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. ചൂടുണ്ടോ? ചൂട് അങ്ങനെ ചൂടൊന്നുമില്ല, തണുപ്പാണ്. സാധാരണ കസ്റ്റമേഴ്സുകളുടെ ഒരു സംശയമാണ് ഇത് മഴ പെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. എന്താണ് എക്സ്പീരിയൻസ്? മഴ പെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടോ? ഇല്ല, മഴ പെയ്തായിരുന്നല്ലേ? സൗണ്ട് ഇല്ലല്ലോ. അങ്ങനെ സൗണ്ട് ഒന്നും. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 30% വരെ കോസ്റ്റ് ലാഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം എന്താ വെച്ചാൽ സ്ട്രക്ചറിൽ ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാന്നുള്ളതാണ്. പെട്ടെന്ന് പരിപാടി കഴിയും. മറ്റൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ എത്ര മാസങ്ങൾ കഴിയും റൂഫ് ചെയ്ത് ഫിനിഷ് ആയി വരുന്ന സമയത്ത് കിട്ടാൻ വലിയ വർക്കേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ കോസ്റ്റ് ലാഭിക്കാം, അതുപോലെ തന്നെ വീട് അടിപൊളിയായിരിക്കും. ഇതിപ്പോ ഒരു നമ്മളെ എൻജിന്റെ തന്നെ ഒരു പുതിയൊരു സീരീസ് ആണ്, ഷേക്ക് റെഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ വീട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ കേട്ടോ. അപ്പൊ നമ്മളെ എൻജോയതിന്റെ പ്രത്യേകത കളർ തീം, ഭയങ്കരമായിട്ടും ഒരു കളർ തീമിലാണ് വരിക. അപ്പൊ ജോബിച്ചേട്ടാ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളെ കസ്റ്റമേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും, സുഹൃത്തുക്കളൊക്കെ റെക്കമെൻഡ് ചെയ്യും? ചോദിച്ചായിരുന്നല്ലേ? എന്താ ചോദിക്കുന്നത്? ഭംഗിയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ജോബിച്ചേട്ടാ താങ്ക് യു. അപ്പൊ എന്താവശ്യം എൻജോയ്മെന്റ് ബന്ധപ്പെടുക, സുഹൃത്തുക്കൾക്കും റിലേറ്റീവുള്ളവർക്കും എന്ത് ചെയ്യുക, നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.